ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പിന്നീട് നോക്കണ്ടെങ്കിൽ അന്നേരം അതിൽ നോക്കി എടുത്താൽ മതി, നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ചോദിക്കുക. കാരണം ഗിറ്റ് നമ്മൾ പഠിക്കുമ്പോൾ മാത്രമേ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു ക്ലാസ് കൊണ്ട് എന്തായാലും അധികമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ച് മനസ്സിലാക്കി പോകുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഓക്കെ അല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? നമുക്ക് അടുത്ത കണ്ടതിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഇവിടെ ഗെറ്റ് ഇനീറ്റ് കൊടുത്തു. നമ്മുടെ ഫോൾഡർ ഇപ്പം ഗെറ്റ് ഫോൾഡർ ആക്കിയിട്ടുണ്ട്, ഗെറ്റ് ഇനീറ്റ് കൊടുത്തിട്ട്. പിന്നെ എന്താണ് ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞത്? ഗിറ്റ് സ്റ്റാറ്റസ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഗിറ്റിന്റെ റെപ്പോസിറ്ററിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാനാണ് നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പ്രോജക്റ്റിന്റെ ഉള്ളിൽ ഏതൊക്കെ ഫയൽ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നോക്കാനും, പിന്നെ ഏതൊക്കെ ഫോൾഡർ ഇപ്പം ഗിറ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നോക്കാൻ നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് യൂസ് ചെയ്യുന്നു. നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു. ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഷോർട്ട് ഒരു മിനിറ്റ് കൊണ്ട് പറയോ? മീൻസ് ഗിറ്റ് കോൺഫിഗർ ചെയ്യുന്ന കാര്യ ഈ CMD ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ ബാഷ് ഓപ്പൺ ആക്കിയില്ലേ? ഓക്കെ, ഗിറ്റ് ബാഷ് ഓപ്പൺ ആക്കിയില്ലേ? ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മൾ ഗിറ്റ് കോൺഫിഗറേഷൻ കൊടുക്കണം. എന്നുവെച്ചാൽ നമ്മുടെ യൂസർ നെയിമും നമ്മുടെ ഇമെയിൽ ഐ ഡിയും. അത് എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ നമ്മളാണ് ഈ ഒരു ഗിറ്റില് നമ്മുടെ ലോക്കൽ ഗിറ്റ് റെപ്പോസിറ്ററി, നമ്മുടെ ആ ഒരു ഗിറ്റില് ചേഞ്ച് വരുത്തിയത് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ കൊളാബറേഷനിൽ ടീമായിട്ട് പ്രൊജക്ട് ചെയ്യുമല്ലോ. അപ്പൊ പലരും പല സിസ്റ്റത്തിൽ നിന്നായിരിക്കും അവരുടെ ഗിറ്റ് അവർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത് മൊത്തം നമ്മൾ പരസ്പരം ഒന്നിച്ച് ചെയ്യുന്ന സമയത്ത്, വർക്ക് ചെയ്യുന്ന സമയത്ത് മൊത്തം ഗിറ്റ് ഹബിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളാണ് ഈ ഒരു ചേഞ്ച് ആഡ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മളാണ് ഈ ഒരു ഫീച്ചർ ആഡ് ചെയ്തത്, അത് ഗിറ്റിന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺഫിഗറേഷൻ ചെയ്യുന്നത്. ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഗിറ്റ് കോൺഫിഗറേഷൻ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയുള്ള കമാൻഡാണ് ഗിറ്റ് കോൺഫിഗ് -- ഗ്ലോബൽ, പിന്നെ യൂസർ ഡോട്ട് നെയിം, യൂസർ നെയിം, പിന്നെ സ്പേസ് ഇട്ടിട്ട് 2 ഹൈഫൻ കൊടുത്തതിന് ശേഷം അതിൽ നമ്മുടെ പേര് കൊടുക്കുക. ഓക്കെ, അത്രയും ചെയ്തില്ലേ? അതിനുശേഷം ഗിറ്റ് കോൺഫിഗ് ഗ്ലോബൽ യൂസർ ഡോട്ട് ഇമെയിൽ, അതിനുശേഷം നമ്മുടെ ഇമെയിലും കൂടി കൊടുക്കുക. ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഒരിക്കൽ മാത്രം ചെയ്താൽ മതിയാവും. ഓക്കെ, പിന്നീട് ഫുൾ ടൈം നമുക്ക് ഗിറ്റ് കോൺഫിഗറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പം നമ്മളാണ് ഈ ഒരു ചേഞ്ച് വരുത്തുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, ഗിറ്റിന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഓക്കെ, ആ ഒരു കോൺഫിഗറേഷൻ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രോജക്റ്റ് ഫോൾഡറിലേക്ക് നമ്മൾ എത്തണം. ആ ഒരു പ്രൊജക്ട് ഫോൾഡർ ആണല്ലോ നമുക്ക് ഗിറ്റിന്റെ ഒരു പ്രൊജക്ട് ആക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു പ്രൊജക്ട് ഫോൾഡറിന്റെ ഉള്ളിലേക്ക് എത്തണം. നമ്മുടെ ആ പ്രൊജക്ട് ഫോൾഡർ ഉള്ളത് എവിടെയാ? ഞാൻ എന്റെ ഡെസ്ക്ടോപ്പിന്റെ ഉള്ളിലാണ് ആ ഒരു പ്രൊജക്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ചേഞ്ച് ഡയറക്ടർ കൊടുക്കുന്നു. ഡയറക്ടർ എന്താ വെച്ചാൽ, ഡയറക്ടർ എന്താ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മളിപ്പം ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്താലും നമ്മളൊരു ഫോൾഡർ സ്ട്രക്ചർ ഒരു ഡയറക്ടർ സ്ട്രക്ചർ ആണ്. ഒരു ഫോൾഡറിനുള്ളിൽ വേറെ ഫോൾഡർ, അതിൻ്റെ ഉള്ളിൽ വേറെ ഫയൽസ്, അല്ലെങ്കിൽ വേറെ ഫോൾഡർ, അങ്ങനെ ഒരു സിസ്റ്റം ആണല്ലോ. അപ്പൊ ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ ഡയറക്ടർ എന്ന് പറയാം. ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാൽ ഇത് മുകളിൽ കാണുന്നില്ലേ ഇത്? ഇപ്പൊ എന്റെ സിസ്റ്റത്തിലെ സി ഡ്രൈവിന്റെ ഉള്ളിൽ യൂസറിന്റെ ഉള്ളിൽ യൂസർ എന്ന് പറഞ്ഞൊരു ഫോൾഡറിന്റെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിൽ ഡെസ്ക്ടോപ്പ് എന്നുള്ള ഫോൾഡറിന്റെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിൽ പ്രൊജക്ട് 1 എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. അപ്പൊ അതിലാണ് ആ ഒരു ഡയറക്ടറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സോ അപ്പൊ ഈ ഒരു ഫോൾഡറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഗിറ്റിന്റെ ഫോൾഡർ ആക്കേണ്ടത്. സോ അതിനെയാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് എവിടെ ഉണ്ടായിരുന്നു? നമ്മൾ ആദ്യം ഇവിടെ മിൻജി ഡബ്ല്യൂലുണ്ട്. സോ നമുക്ക് ഈ മിൻജി ഡബ്ല്യൂന്ന് നമ്മുടെ ഡെസ്ക് ടോപ്പിലേക്ക് എത്തണം.
സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സി ഡി സ്പേസ് ഡെസ്ക്ടോപ്പ് എന്ന് കൊടുത്തത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ സി ഡി സ്പേസ് സി ഡി എന്ന് വെച്ചാൽ ചേഞ്ച് ഡയറക്ടറി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേഞ്ച് ഡയറക്ടറി ഡെസ്ക്ടോപ്പ് എന്ന് കൊടുത്തു. അപ്പൊ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് എത്തി. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഡെസ്ക്ടോപ്പ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ഡെസ്ക്ടോപ്പിനുള്ളിലെ പ്രൊജക്ട് 1ലേക്ക് എത്തണം. നമ്മൾ അങ്ങനെ സി ഡി സ്പേസ് പ്രൊജക്ട് 1 എന്ന് കൊടുത്തു. അങ്ങനെ പ്രൊജക്ട് 1ലേക്ക് എത്തി. അപ്പൊ നമുക്ക് ഈ പ്രൊജക്ട് 1 ആണ് എന്ത് ചെയ്യേണ്ടത്? ഗിറ്റ് ആക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ ഗിറ്റ് ഇനിറ്റ് എന്ന് കൊടുക്കുന്നു. ഇത്രയും മനസ്സിലായില്ലേ ഗൈസ്? ഒന്ന് റിയാക്ഷൻ ഇടോ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മള് ഗിറ്റ് ഇനിറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു വെച്ചാല് ഗിറ്റ് സ്റ്റാറ്റസിനെ പറ്റി നമ്മൾ പറഞ്ഞു ഗിറ്റിന്റെ ഇപ്പൊ നമ്മളെ ചേഞ്ച് ചെയ്ത കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിറ്റ് സ്റ്റാറ്റസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫയൽ ആഡ് ചെയ്യുന്നതിനെ പറ്റി പറയാം. നമ്മളിപ്പോ ഇവിടെ ഈ സ്റ്റാറ്റസ് വായിച്ചു നോക്കി മനസ്സിലാവും. നമ്മളിപ്പം ഓൺ ബ്രാഞ്ച് മാസ്റ്റർ എന്ന് കാണാം. അപ്പോ ഈ ഗിറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇതൊരു ട്രീ സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പം ഗിറ്റ് ഒരു ട്രീ പോലെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ട്രീക്ക് പല പല ബ്രാഞ്ചസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതേപോലെ ഗിറ്റിന് നമുക്ക് പല പല ബ്രാഞ്ചസ് നമ്മുടെ പ്രൊജക്ട് ഫോൾഡറിന് പല പല ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബ്രാഞ്ചസിനെ പറ്റി പിന്നീട് പറയാം. സോ നമ്മുടെ ഗിറ്റ് എന്ന് പറയുന്നത് ഗിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു മാസ്റ്റർ ബ്രാഞ്ചിലേ ഉണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മരത്തിന്റെ ഫുൾ ബോഡി പോലെ. അപ്പൊ ആ ഒരു ഫുൾ തടി ഉണ്ടല്ലോ, അപ്പൊ അതാണ് നമ്മുടെ ഗിറ്റ് മാസ്റ്റർ, അല്ല ഈ ഗിറ്റിന്റെ മാസ്റ്റർ ബ്രാഞ്ച്. ഓക്കെ, അതിൽ നിന്ന് പല പല ശാഖകളായിട്ട് നമുക്ക് പിന്നെ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് ഇനീഷ്യലി ഗിറ്റ് ഇനീറ്റ് അടിച്ചു കൊടുത്താൽ നമുക്ക് അവിടെ ഗിറ്റ് റെപ്പോസിറ്ററി നമ്മുടെ പ്രൊജക്ട് ഫോൾഡർ ഇപ്പം ഗിറ്റ് റെപ്പോസിറ്ററി ആയിട്ടുണ്ടാവും. അതിനുശേഷം ആ ഒരു ഗിറ്റ് റെപ്പോസിറ്ററി എന്ന് വെച്ചാൽ അത് ഇനീഷ്യലി ഒരു മാസ്റ്റർ ബ്രാഞ്ച് പോലെ ഉണ്ടാവുക. അപ്പൊ അത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിൽ പിന്നെ പറഞ്ഞിട്ടുണ്ട് നോ കമ്മിറ്റ് സെറ്റ്. അപ്പോൾ കമ്മിറ്റ് എന്താ ഞാൻ പറഞ്ഞുതരാം. കമ്മിറ്റ് എന്ന് പറഞ്ഞാല് ഗിറ്റിന്റെ കേസിൽ നമ്മൾ കമ്മിറ്റ് പറയുമ്പോൾ നോർമൽ നമ്മൾ സേവ് എന്നൊക്കെ പറയൂലേ. നമ്മുടെ പ്രൊജക്ട് എന്തെങ്കിലും നമ്മുടെ പ്രൊജക്ട് അല്ല, നമ്മളിപ്പോൾ എന്ത് ഫയലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ സേവ് ചെയ്യൂലേ. അപ്പൊ ആ സേവ് ചെയ്തതിനാണ് ഇവിടെ കമ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു തവണ കമ്മിറ്റ് പറയുമ്പോൾ അത് നമ്മൾ സേവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സേവ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഗിറ്റ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ ഗിറ്റിന് പറഞ്ഞു കൊടുക്കണം. അതിനാണ് നമ്മൾ ഗിറ്റ് ആഡ് എന്നുള്ളത് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗിറ്റ് ആഡ്. ഇപ്പൊ ഗിറ്റ് ആഡ് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഫയൽ നെയിം കൊടുക്കുക. അപ്പൊ നമുക്ക് ഇപ്പൊ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി ഇവിടെ ഇത് റെഡ് കളർ കാണിച്ചില്ലേ. അപ്പൊ ഈ റെഡ് കളർ കാണിച്ച ഈ സാധനം നമുക്ക് എന്ത് ചെയ്യണം? ഗിറ്റിലേക്ക് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ട് ഗിറ്റ് ആഡ് ഫയൽ നെയിം കൊടുക്കുക. സോ നമ്മൾ അങ്ങനെ ചെയ്യുന്നു. ഗിറ്റ് ആഡ് 1. നമ്മളിപ്പോ ഈ ഗിറ്റ് നമ്മുടെ ഗിറ്റ് ഹബ് അക്കൗണ്ട് ആയിട്ട് ലിങ്ക് ചെയ്തോ? ഇല്ല, അത് ആക്ച്വലി ചെയ്തിട്ടില്ല. നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ചെയ്യേണ്ട എപ്പോഴാണെന്ന് വെച്ചാല് ഹലോ, ഓക്കെ. ആക്ച്വലി നമ്മളിപ്പോൾ അത് ചെയ്തിട്ടില്ല. അതെന്താ വെച്ചാല് നമ്മൾ ഗിറ്റ് നമ്മുടെ ആ ഒരു ഗിറ്റ് ഹബായിട്ട് ലിങ്ക് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാല് നമ്മൾ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പ്രൊജക്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ഗിറ്റ് ഹബിൽ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം. കേൾക്കുന്നില്ല പറയുന്നത്? ഹലോ,
ഓക്കെ, നമ്മുടെ ഗിറ്റ് കേൾക്കുന്നുണ്ട്, ഹബിന്റെ ഉള്ളിൽ ഓക്കെ നമ്മുടെ ഗിറ്റ് ഹബിന്റെ ഉള്ളിൽ നമ്മളൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം. റെപ്പോസിറ്ററി നമ്മുടെ ഒരു പ്രൊജക്ട് ഫോൾഡർ. അപ്പൊ അത് നമ്മുടെ ഗിറ്റ് ഹബിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിനുശേഷം ആ ഒരു റെപ്പോസിറ്ററിന്റെ ഒരു റിമോട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. റിമോട്ട് മീൻസ് ഇപ്പൊ എന്താ പറഞ്ഞുതരാം എനിക്ക്, ലൈക്ക് ഒരു വാതിൽ പോലെ. ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൽ സാധനമുണ്ട്, നമ്മുടെ സിസ്റ്റത്തിലുള്ള സാധനം നമുക്ക് ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഈ ക്ലൗഡാണ് ഈ ഗിറ്റ് ഹബ്. അപ്പൊ ഗിറ്റ് ഹബിലേക്ക് നമ്മൾ കൊടുക്കാനുള്ള ഒരു കീ ആണ്, അല്ലെങ്കിൽ ആ ഒരു വാതിലാണ്, അല്ലെങ്കിൽ ആ ഒരു വാതിലേക്കുള്ള കീ ആണ് ആ റിമോട്ട്. അപ്പൊ ആ റിമോട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യണം. ആ റിമോട്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം വേണം ആ റിമോട്ട് യൂസ് ചെയ്ത്, റിമോട്ട് നെയിം ഉണ്ടാവും. അപ്പൊ ആ റിമോട്ട് നെയിം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് ആ ഒരു വർക്കിംഗ് വരുന്നത്. അപ്പൊ നമ്മൾ അതിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ്. ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഹലോ ഗൈസ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിപ്പം ഇവിടെ കൊടുത്തിട്ടുള്ളത് പോലെ ഗിറ്റ് ആഡ് ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ഫയൽ നെയിമിലെ വൺ വാട്സപ്പ് ചാറ്റിങ്, അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നു. ഗിറ്റ് ആഡ് വൺ വാട്സപ്പ് ചാറ്റിങ് സെൻഡർ കൊടുക്കുന്നു. അപ്പോൾ അത് ആഡ് ആയിട്ടുണ്ട്. ഇത് ആഡായും ചെക്ക് ചെയ്താൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു നോക്കണം. നമ്മളിവിടെ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു നോക്കുന്നു. അപ്പൊ ഗിറ്റ് സ്റ്റാറ്റസ് നോക്കിയപ്പോൾ അതിൽ പച്ച കളർ കാണിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഫയൽ ഗിറ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. നേരത്തെ അവിടെ റെഡ് ആയിരുന്നു, ശ്രദ്ധിച്ചില്ലേ? അതെന്ന് നമ്മൾ ഗിറ്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ നമുക്ക് ഇതിൽ കാണാം ഓൺ ബ്രാഞ്ച് മാസ്റ്റർ നോ കമ്മിറ്റ് സെറ്റ്. അപ്പോൾ കമ്മിറ്റ്സ് ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല, എന്ന് വെച്ചാൽ സേവ് ചെയ്തിട്ടില്ല. നമ്മുടെ ഇപ്പം ആഡ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്തിട്ടില്ല, ബട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കമ്മിറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഗിറ്റ് കമ്മിറ്റ് കമാൻഡ് കൊടുക്കണം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാം, നമ്മൾ ഓരോ തവണ കമ്മിറ്റ് നമ്മൾ ഈ ഗിറ്റിന്റെ കേസിൽ സംസാരിക്കുമ്പോഴും നിങ്ങളത് ജസ്റ്റ് സേവ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഗിറ്റ് കമ്മിറ്റ് -m. ഈ -m എന്തിനാ കൊടുക്കുന്നത് അറിയോ? -m എന്ന് വെച്ചാൽ ഹൈഫൻ മെസ്സേജ് എന്നാണ്. അതെന്താന്ന് വെച്ചാല് ഞാനിവിടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാ, ഞാനിപ്പം ഈ ഒരു ഗിറ്റ് യൂസ് ചെയ്യാത്ത സമയത്ത്, എന്ന് വെച്ചാൽ ഗിറ്റ് യൂസ് ചെയ്യുന്നില്ല, പണ്ട് കാലത്ത് ഗിറ്റ് യൂസ് ചെയ്യുന്നില്ലായിരിക്കും. അപ്പോൾ ഗിറ്റ് യൂസ് ചെയ്യാത്ത സമയത്ത് ഇവിടെ നമുക്ക് ഓരോ തവണയും എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തി എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഫോൾഡർ നെയിമിന്റെ ഒപ്പരം വാട്സപ്പ് ചാറ്റിങ്, പിന്നെ രണ്ടാമത് അതിന്റെ ഒപ്പരം നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആഡ് ചെയ്തു. അപ്പോൾ അതിൽ വാട്സപ്പ് സ്റ്റാറ്റസ് പറഞ്ഞിട്ട് പേര് കൊടുത്തു. അപ്പോൾ ഓരോ തവണയും നമ്മൾ ആ ഒരു എന്താണോ ചെയ്ത കാര്യം അത് നമ്മൾ ഫയൽ നെയിം ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ എന്നിട്ട് ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാനാണ് ഇവിടെ നമ്മളൊരു മെസ്സേജ് ആയിട്ട് കൊടുക്കുന്നത്, കമ്മിറ്റ് മെസ്സേജ് ആയിട്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗിറ്റ് കമ്മിറ്റ് -m. -m എന്ന് വെച്ചാൽ ഹൈഫൻ മെസ്സേജ്. ഓക്കെ, അതിനുള്ള നമ്മൾ എന്താണ് ആഡ് ചെയ്തത്? നമ്മളിപ്പം വാട്സപ്പ് ചാറ്റിംഗ് ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, വാട്സപ്പ് ചാറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ ഒരു സംഭവം ഈ ഒരു മെസ്സേജ് നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജ് കൊടുക്കാം. ഓക്കെ, എന്താണ് നമ്മൾ ചെയ്ത കാര്യം, അത് ചെയ്ത കാര്യമാണ് നമ്മളിപ്പം മെസ്സേജ് ആയിട്ട് കൊടുക്കുന്നത്. സോ നമ്മൾ ഗിറ്റ് കമ്മിറ്റ് -m വാട്സപ്പ് ഓക്കെ, നമ്മളിപ്പോ ഇവിടെ വാട്സപ്പ് ചാറ്റിംഗ് ആഡ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് കമ്മിറ്റ് സക്സസ് ആയിട്ടുണ്ട്. 0 ഫയൽസ് ചേഞ്ച്ഡ്, 0 ഇൻസെർഷൻസ് പറഞ്ഞിട്ട് കമ്മിറ്റ് സേവ് ആയി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഒന്നും കൂടി ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു നോക്കാം. ഇപ്പൊ എന്റെ അവസ്ഥ നോക്കാം. ഇപ്പം ഗിറ്റ് സ്റ്റാറ്റസ് ഓൺ ബ്രാഞ്ച് മാസ്റ്റർ നത്തിങ് ടു കമ്മിറ്റ്, വർക്കിംഗ് ട്രീ ക്ലീൻ ആണ്. സോ ആ ട്രീന് ക്ലീൻ ആണ്, ട്രീ ഇപ്പൊ ക്ലീൻ ആണ്. സോ നമ്മളിപ്പോ മാസ്റ്ററിന്റെ ഇനി ഫയൽസ് ഒന്നും ആഡ് ചെയ്യാനില്ല. അപ്പൊ നമ്മൾ ഓരോ തവണ ഫയൽ ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഇതേ ഞാൻ ഇവിടെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് പുതിയ ഫോൾഡർ. ഓക്കെ,
കോൾ എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു നോക്കിയാൽ വന്നിട്ടില്ല. നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഓക്കെ. സ്റ്റാറ്റസ് കോൾ എന്ന് പറഞ്ഞൊരു പുതിയ സാധനം കൂടി ആഡ് ആയിട്ട് മനസ്സിലാവും. നമുക്ക് കോളും കൂടി ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഡ് കോൾ കൊടുക്കാം. അപ്പൊ അത് ആഡായി. ദെൻ ഓക്കെ കമ്പനി മെസ്സേജ് കൊടുത്തു. നമ്മുടെ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? ഇനിയാണ് ഹിസ്റ്ററി വ്യൂ ചെയ്യാൻ. നമ്മളിപ്പോ എന്തൊക്കെ കമ്മിറ്റ് ചെയ്തു, നമ്മളിപ്പോ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു, നമ്മളിപ്പം ഏതൊക്കെയാണ് എപ്പോഴൊക്കെയാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു കമാൻഡാണ് ഗിറ്റ് ലോഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഗിറ്റ് ലോഗ് അടിച്ചു നോക്കിയാൽ ഇതാ നിങ്ങൾക്ക് കാണാം, ഏറ്റവും ലാസ്റ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കും മുകളിൽ വരിക. സോ ഫസ്റ്റ് ചെയ്ത കാര്യങ്ങൾ താഴെ ഉണ്ടാവും. ഏറ്റവും ലാസ്റ്റ് ചെയ്ത് നോക്കിയോ കമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു വലിയൊരു നമ്പർ ഉണ്ടാവും. അപ്പൊ ഇതിനാണ് കമ്മിറ്റ് ഹാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വലിയ നമ്പർ അല്ലേ, ഇതാണ് കമ്മിറ്റ് ഹാഷ്. അപ്പോൾ ഇവിടെയാണ് ഇപ്പൊ ഹെഡ് ഉള്ളത്. ഹെഡ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഏറ്റവും ലാസ്റ്റ് എവിടെയാണ് ചെയ്ത് നോക്കിയത് അവിടെയാണ് ഹെഡ് ഉണ്ടാകുക. അപ്പൊ അതിനാണ് ഹെഡ് നമ്മുടെ ഈ കമ്മിറ്റ് ഐ ഡിയിലാണ് ഹെഡ് ഇപ്പോൾ ഉള്ളത്. സോ നമ്മൾ ഇനി അടുത്ത ചേഞ്ചസ് ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ പുറത്തായിരിക്കും ബാക്കിയുള്ളതും കൂടി ആഡ് ആകുക. അപ്പൊ ഇതിന്റെ ഓർഡറും കാര്യങ്ങളൊക്കെ കാണില്ലേ, ഈ ഓർഡറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനീഷ്യലി നമ്മൾ നേരത്തെ കോൺഫിഗ് കൊടുത്തപ്പോൾ വന്നിട്ടുള്ളതാണ്. നമ്മൾ ആരാണോ ചെയ്തതെന്ന് ഗിറ്റിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗിറ്റ് കോൺഫിഗ് കൊടുത്തതും നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്ത ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗിറ്റിൽ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് ചെയ്ത് അതിന് തൊട്ട് മുമ്പ് ചെയ്ത കമ്മിറ്റ് ഇവിടെ കാണാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഗിറ്റ് ലോഗിലുള്ളത്. ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വന്നുള്ളൂ, കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇതുവരെ ക്ലിയർ അല്ലേ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഇനി പറയാനുള്ള വെച്ചാല് ഗിറ്റ് ചെക്കൗട്ടിനെ പറ്റിയാണ്. ഈ ചെക്കൗട്ട് എന്താണെന്ന് വെച്ചാല് ഇതിപ്പം ഞാൻ ഇവിടെ ആണുള്ളതെന്ന് ചോദിച്ചോ, എന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് ചെയ്ത് വെച്ചത് ഇവിടെ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ഹെഡ് എന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് ഒരു നമ്മൾ ഏതാണെന്ന് വെച്ചാൽ കമ്മിറ്റ് ചെയ്ത് അവിടെയാണ് നമ്മൾ ഹെഡ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ അവിടെ എത്തി. ബട്ട് അവിടെ എത്തിയപ്പോൾ നമുക്ക് അതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ട് മനസ്സിലായി. അപ്പൊ നമുക്ക് ആ ഒരു സംഭവം വേണ്ട, ലാസ്റ്റ് ചെയ്ത സംഭവം വേണ്ട, നമുക്ക് തൊട്ട് മുമ്പ് ചെയ്തു വെച്ച കാര്യങ്ങൾ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് തൊട്ട് ബാക്കിലത്തെ കമ്മിറ്റിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, തൊട്ട് ബാക്കിൽ നമ്മൾ എന്താണോ ചെയ്തു വെച്ചത്, നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താണോ ചെയ്തു വെച്ചത് അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെക്കൗട്ട് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ചെയ്തൊരു കമ്മിറ്റ് ഉണ്ട്, ആ ഒരു കമ്മിറ്റിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ ചെയ്തു വെച്ചാൽ, അത് നമുക്ക് പിന്നീട് മനസ്സിലായത്. സോ നമ്മൾ തൊട്ട് ബാക്കിലത്തെ കമ്മിറ്റിലേക്ക് പോയിട്ട് ഇപ്പൊ ചെയ്ത കാര്യങ്ങൾ പിന്നെയും ചെയ്യാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗിറ്റ് ചെക്കൗട്ട് കൊടുക്കുന്നത്. സോ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നു ഗിറ്റ് ചെക്കൗട്ട്. ചെക്കൗട്ടിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് വെച്ചാൽ ഗിറ്റിന്റെ ആ ഒരു ഏത് കമ്മിറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് അത് നമുക്ക് എവിടെ ഉണ്ടാവും, നമ്മുടെ ഗിറ്റ് ലോഗ് അടിച്ചാൽ നമ്മുടെ ഈ ഒരു കമ്മിറ്റ് ഹാഷ് കിട്ടും. അപ്പൊ ആ കമ്മിറ്റ് ഹാഷ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഗിറ്റ് ചെക്കൗട്ടിൽ.
നമ്മൾ ലാസ്റ്റ് ആയി ചെയ്ത കമ്മിറ്റ് എന്ന് വെച്ചാൽ ഇതാണ് കോൾ ഫീച്ചർ ആഡ് ചെയ്തത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇത് എന്താ മിസ്റ്റേക്ക്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് പഴയ കമ്മിറ്റിലേക്ക് തിരിച്ചു വന്നു. എന്നുവെച്ചാൽ ലാസ്റ്റ് എന്താണ് ചെയ്ത് വെച്ചത് അവിടത്തേക്ക് തിരിച്ചു വന്നു. അപ്പൊ നമ്മൾ ഈ ഒരു കമ്മിറ്റ് ഹാഷ് കോപ്പി ചെയ്യുന്നു, എന്നിട്ട് ഈ ചെക്കൗട്ടിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഹെഡ് ഇപ്പം ഈ ഒരു കമ്മിറ്റിനുള്ളിലുണ്ട്. എന്നുവെച്ചാൽ മാസ്റ്ററിൽ നിന്ന് മാറി ഈ ഒരു കമ്മിറ്റിലേക്ക് എത്തി. അതിനാണ് ഈ ചെക്കൗട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് പിന്നീട് വേണമെങ്കിൽ അവിടുന്ന് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ എത്തണ്ടെങ്കിൽ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ പഴയയിലേക്ക് തിരിച്ചു വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ചെക്കൗട്ട് മെയിൻ കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മെയിനിലേക്ക് തിരിച്ചു വേണ്ടെങ്കിൽ പിന്നെയും ചെക്കൗട്ട് മെയിൻ എന്ന് പറഞ്ഞാൽ സോറി മെയിൻ അല്ല മാസ്റ്റർ ആയിരുന്നു. ഓക്കെ, മാസ്റ്റർ എന്നാണ് നമ്മുടെ ട്രീന്റെ പേര്. നമ്മുടെ പ്രോജക്റ്റ് മാസ്റ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ഓക്കെ, ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് വെച്ചാൽ ബ്രാഞ്ചിങ്ങിനെ പറ്റിയാണ്. ഇപ്പോൾ ബ്രാഞ്ചിങ് എന്ന് വെച്ചാൽ നമ്മളിപ്പം വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചോ. അല്ല, വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തു, അപ്പൊ അത് വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ മെയിൻ ബ്രാഞ്ച്, നമ്മുടെ മാസ്റ്റർ ബ്രാഞ്ച്. ഇതാണ് വർക്കിംഗ് ട്രീ. അപ്പോൾ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യണം, പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്യണം. നമ്മൾ പുതിയൊരു ഫീച്ചറായിട്ട് നമ്മൾ എന്തെങ്കിലും AI ചാറ്റ് ബോട്ട് അതിൽ ആഡ് ചെയ്യുന്ന വിചാരിച്ചോ. ഒരു മെറ്റന്റെ AI ചാറ്റ് ബോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. സോ നമ്മൾ ആ ഒരു കാര്യം പാരലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഒരു ടീം പാരലായിട്ട് ആ ഒരു മെറ്റന്റെ ചാറ്റ് ബോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നു. ബട്ട് അതേ സമയത്ത് എന്ത് ചെയ്യണം, വാട്സപ്പിന് ഇപ്പോൾ ഒരു ബഗ് ഉണ്ട്. സോ നമ്മൾ ആ ഒരു ബഗ് ഫിക്സ് ചെയ്യണം. ആ ഒരു ബഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് ആൾക്കാർ വേറെയും വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ ഇത് രണ്ടും പാരലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ ബഗ് രണ്ടെണ്ണം ഫിക്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് ഫിക്സ് ആക്കുന്ന സമയത്ത് തന്നെ അറ്റ് എ ടൈം ഈ ഒരു നമ്മുടെ മെയിൻ ബ്രാഞ്ചിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഫീച്ചർ ആഡ് ചെയ്താൽ ഇത് മൊത്തം കൊളാപ്സ് ആയി പോകും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഇതുവരെ വർക്കിംഗ് ആകുന്നൊരു ഒരു ഉണ്ടാവുമല്ലോ, ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പുതിയൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ മൈ ഫീച്ചർ എന്ന് പറഞ്ഞ പേര് കൊടുക്കുന്നു. മൈ ഫീച്ചർ ആണ് നമ്മുടെ ഇപ്പം ബ്രാഞ്ചിന്റെ പേര്. അപ്പൊ ആ ഒരു ബ്രാഞ്ചിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ പുതിയ ഫീച്ചർ ആഡ് ചെയ്യാനുള്ള വർക്ക് ആടെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഒരു ടീം. ബാക്കിയുള്ള അത് സ്ട്രെയിറ്റ് നമ്മുടെ മെയിൻ ബ്രാഞ്ചിന്റെ ഉള്ളിൽ ബഗ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ അതാണ് ഇതിന്റെ കൺസെപ്റ്റ് പറയുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെ ബ്രാഞ്ച് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന്. സോ നമ്മൾ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരു കമാൻഡാണ് ഗിറ്റ് ബ്രാഞ്ച്. ഗിറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞ ശേഷം എന്താണോ ബ്രാഞ്ച്, ആ ഒരു ബ്രാഞ്ചിന് നമ്മൾ കൊടുക്കുന്ന നെയിം, ആ ഒരു ബ്രാഞ്ച് നെയിം നമ്മൾ കൊടുക്കുക. ബ്രാഞ്ച് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ. ഗിറ്റ് ബ്രാഞ്ച് നെയിം വന്നിട്ട് നമ്മൾ മൈ ഫീച്ചർ കൊടുക്കുന്നു. മൈ ഫീച്ചർ കൊടുത്തു. അപ്പൊ ഇവിടെ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ഉണ്ടാവും. അപ്പൊ ഈ നമ്മുടെ ബ്രാഞ്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റെപ്പോസിറ്ററി എത്ര ബ്രാഞ്ച് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കമാൻഡ് ഉണ്ട്, ഗിറ്റ് ബ്രാഞ്ച് എന്ന് കൊണ്ട് കൊടുത്താൽ മതി. ഗിറ്റ് ബ്രാഞ്ചിന് നമ്മൾ കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഏതൊക്കെ ബ്രാഞ്ചാണ് നമ്മുടെ ഗിറ്റിന്റെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാവും. സോ നമുക്ക് ഇവിടെ മാസ്റ്റർ ബ്രാഞ്ച് ഉണ്ട്, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട എന്നുവെച്ചാൽ വർക്കിംഗ് ട്രീ ആണ് വർക്ക് ചെയ്യുന്നത്, അതാണ് നമ്മുടെ മാസ്റ്റർ ബ്രാഞ്ച്. പിന്നെയുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മൈ ഫീച്ചർ എന്നുള്ള ബ്രാഞ്ച്.
സോ നമുക്ക് എത്ര ബ്രാഞ്ച് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ പുതിയൊരു ബ്രാഞ്ച് കൂടി ക്രിയേറ്റ് ചെയ്യുന്നത് ഗിറ്റ് ബ്രാഞ്ച് ബഗ് ഫിക്സ്. ബഗ് ഫിക്സ് നമുക്ക് ബ്രാഞ്ച് കൂടി ആഡ് ആയിട്ടുണ്ടാവും. ഗിറ്റ് ബ്രാഞ്ച് കൊടുത്താൽ നമുക്കിവിടെ 3 ബ്രാഞ്ചാണ്. ബഗ് ഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, മാസ്റ്റർ ഉണ്ടാവും, മൈ ഫീച്ചർ ഉണ്ടാവും. സോ അതാണ് നമ്മുടെ ഈ ബ്രാഞ്ചിന്റെ കൺസെപ്റ്റ്. നമുക്ക് ഈ ഒരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മെയിൻ ബ്രാഞ്ചിലുണ്ട്. സോ മെയിൻ ബ്രാഞ്ചിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫീച്ചറിൽ എന്നുവെച്ചാൽ നമ്മൾ പുതിയ ഫീച്ചർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഫീച്ചറിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഫീച്ചറിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ആടായിരിക്കും ചേഞ്ച് ആഡ് ചെയ്യാം. അപ്പൊ ആടെ ചേഞ്ച് ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, കമ്മിറ്റ് ചെയ്യുന്നു. പിന്നെ ആ ഒരു ഫ്ലോയില് നമ്മൾ അങ്ങനെ പോകുന്നു, പ്രൊജക്ട് ചെയ്ത് പോകുന്നു. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗിറ്റ് ചെക്കൗട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ചെക്കൗട്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അതെന്ന് വെച്ചാൽ തൊട്ട് മുമ്പത്തെ കമ്മിറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ നമുക്ക് ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്കൗട്ട് യൂസ് ചെയ്യും. സോ നമ്മള് ഇപ്പൊ മാസ്റ്ററിലുണ്ട്. സോ നമ്മളിപ്പോ ഉള്ളത് മാസ്റ്റർ ബ്രാഞ്ചിന്റെ ഉള്ളിലാണ്. സോ നമുക്ക് ഈ മാസ്റ്ററിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മൈ ഫീച്ചറിലേക്ക് പോകണം. സോ നമ്മള് ഇത് ചെക്കൗട്ട് മൈ ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. സോ നമ്മുടെ ബ്രാഞ്ച് ഇപ്പം മൈ ഫീച്ചറിന്റെ ഉള്ളിലായി. സോ നമ്മൾ ബ്രാഞ്ച് ഇപ്പൊ ചേഞ്ച് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ശേഷം പിന്നെ നമുക്ക് മെയിനിലേക്ക് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചോ. ലൈക്ക് ഞാനിപ്പോ പിന്നെ ആഡ് ചെയ്യുന്നു. ഇപ്പൊ നമ്മളുള്ളത് ഈ ഒരു മൈ ഫീച്ചർ എന്നുള്ള ബ്രാഞ്ചിന്റെ ഉള്ളിലാണ്. ഈ മൈ ഫീച്ചർ ബ്രാഞ്ചിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. പുതിയ ഫോൾഡർ മെറ്റ. അപ്പൊ നമ്മളിവിടെ മെറ്റ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഈ ഒരു ഫീച്ചറിനുള്ള നമുക്ക് എന്ത് ചെയ്യണം, മെറ്റ ആഡ് ചെയ്യണം. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു നോക്കുന്നു. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞത് നമ്മുടെ മൈ ഫീച്ചറിന്റെ സ്റ്റാറ്റസ് ആണ്. മൈ ഫീച്ചറിന്റെ ഉള്ളിൽ ഇപ്പം മെയിനും ഉണ്ട്, ഇതുവരെയുള്ള മെയിനിലെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഇനി ചെയ്യാൻ പോയ നമ്മളിപ്പോ ലാസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ ഇപ്പം മൈ ഫീച്ചറിന്റെ ഉള്ളിലുണ്ട്. സോ നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു നോക്കുന്നു. ഈ സ്റ്റാറ്റസ് അടിച്ച് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ മനസ്സിലാവും മെറ്റ എന്ന് പറഞ്ഞ ഫോൾഡർ നമ്മൾക്ക് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് അത് ഗിറ്റിലേക്ക് ആഡ് ചെയ്യാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഗിറ്റ് ആഡ് മെറ്റ എന്ന് കൊടുക്കുന്നു. ദെൻ അത് ആഡ് ആയിട്ടുണ്ട്. ദെൻ git commit -m മെറ്റ എ ആഡഡ്. സോ ആ കമ്മിറ്റ് അവിടെ വർക്ക് ആയിട്ടുണ്ട്. സോ നമുക്ക് മെറ്റേന്റെ കാര്യങ്ങൾ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. സോ ഇവിടെ ആഡ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ മൈ ഫീച്ചറിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മെയിൻ ലിസ്റ്റ് മാസ്റ്റർ കൊടുത്താൽ മതി. സോ നമ്മുടെ മാസ്റ്റർക്ക് തിരിച്ചു പോയിട്ടുണ്ട്. ശേഷം നമുക്ക് ഗിറ്റ് സ്റ്റാറ്റസ് തിരിച്ചു നോക്കാം. മാസ്റ്റർ നത്തിങ് കമ്മിറ്റ്. സോ ഇവിടെ നമ്മുടെ ഗിറ്റ് ലോഗ് അടിച്ചു നോക്കുന്നത്. ഇവിടെ നമ്മളെ ഗിറ്റ് ലോഗ് അടിച്ചു നോക്കിയാൽ ഒരു കാര്യം നമുക്ക് കാണാം, നമ്മൾ ലാസ്റ്റ് അടിച്ച കമ്മിറ്റ് കാണൂല. കാരണം എന്താ, നമ്മൾ ലാസ്റ്റ് അടിച്ച കമ്മിറ്റ് ഇല്ലേ മെറ്റ ആഡ് ചെയ്തത്, അത് ഈ ഒരു മാസ്റ്റർ ബ്രാഞ്ചിന്റെ ഉള്ളിലല്ല. നമ്മൾ ആ ഒരു കാര്യം ചെയ്തിട്ടുള്ള വെച്ചാല് നമ്മുടെ ബഗ് ഫീച്ചർ എന്തായിരുന്നു, മൈ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രാഞ്ചില്ലേ, ആ ഒരു ബ്രാഞ്ചിന്റെ ഉള്ളിലാണ് നമ്മൾ ആ ഒരു കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ആ ഒരു കമ്മിറ്റ് എന്ത് ചെയ്യണം, നമ്മുടെ മെയിൻ ബ്രാഞ്ചിലേക്ക് ആഡ് ചെയ്യണേ. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ഗിറ്റ് മെർജ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഗിറ്റ് മെർജ്
യൂസ് ചെയ്തിട്ട് നമ്മൾ ഏത് ബ്രാഞ്ചിലാണ് നമ്മൾ ചേഞ്ചസ് ആഡ് ചെയ്തത്. നമ്മൾ മൈ ഫീച്ചറിന്റെ ഉള്ളിലാണ് ഇപ്പം മെറ്റ ആഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ മൈ ഫീച്ചറിന്റെ ഉള്ളിലേക്ക് പോയിട്ട് എന്ത് ചെയ്യണം, മൈ ഫീച്ചർ ബ്രാഞ്ചിന്റെ ഉള്ളിലേക്ക് ചെക്ക്ഔട്ട് ചെയ്തിട്ട് അവിടുന്ന് നമ്മളത് മെയിൻ മാസ്റ്ററിലേക്ക് മെർജ് ചെയ്യണം. സോ നമ്മൾ ചെയ്യാൻ പോകുന്നു ഗിറ്റ് ചെക്ക്ഔട്ട്. ഗിറ്റ് ചെക്ക്ഔട്ട് കൊടുത്തിട്ട് നമ്മൾ ഏത് ബ്രാഞ്ചിലേക്കാണ് പോകേണ്ടത്. മൈ ഫീച്ചർ ബ്രാഞ്ച്. അപ്പോൾ നമ്മുടെ മൈ ഫീച്ചർ ബ്രാഞ്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഗിറ്റ് മെർജ് കൊടുക്കണം. മെർജ് മാസ്റ്റർ. ഓക്കെ, ഇവിടെ മെർജ് ചെയ്തു. ഇനി നമുക്ക് ലോഗോ കൊടുക്കാം. നമ്മളിവിടെ ഗിറ്റ് ലോഗോ കൊടുക്കുന്ന സമയത്ത് ഇവിടെ മെറ്റ ആഡ് ഓൾ ഫീച്ചർ ആഡ് ആണെങ്കിൽ ബാക്കിയുള്ള മറ്റും കൂടി കാണാൻ പറ്റും. ഇത്രയാണ് നമ്മുടെ കമ്മിറ്റ് ഹിസ്റ്ററി ഇപ്പോൾ ഉള്ളത്. മെറ്റ ആഡ്, കോൾ ഫീച്ചർ ആഡ്. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? മെർജ് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയും പറഞ്ഞു. അപ്പൊ നമ്മളിപ്പം പ്രോജക്റ്റ് ചെയ്തു. അപ്പൊ ഇനി എന്ത് ചെയ്യണം, നമുക്ക് ചെയ്ത് വെച്ച് ഈ പ്രോജക്റ്റ് നമുക്ക് നമ്മുടെ ഗിറ്റബിലേക്ക് ഉള്ളിലേക്ക് ഇടണം. സോ വാട്ട് ഈസ് ഗിറ്റബ്? ഗിറ്റബ് ഞാൻ നേരത്തെ പറഞ്ഞു. ഗിറ്റബ് എന്ന് വെച്ചതിൽ ഒരു ക്ലൗഡ് സെർവർ ആണ്. ഗിറ്റ് തന്നെ ക്ലൗഡ് സെർവർ ആണ്. അപ്പോൾ ഇത് വെച്ചാല് കൊളാബറേറ്റീവ്ലി പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിറ്റ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നോർമലി ഗിറ്റ് ഹബ് ഇല്ലാന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങളൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റ് അതിന്റെ ഒരു ഫുൾ ഫയൽ കോപ്പി നിങ്ങൾ സിപ്പായിട്ട് നിങ്ങൾ വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കും ഫ്രണ്ട്സിന്. എന്നിട്ട് അവരെന്ത് ചെയ്യും, അത് അൺസിപ്പ് ചെയ്തതിനു ശേഷം പിന്നെ അത് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ അതിൽ വർക്ക് ചെയ്യും. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിറ്റ് ഹബ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഗിറ്റ് ഹബ് യൂസ് ചെയ്തിട്ട് അവർക്ക് അവരുടെ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാം. അവരുടെ സിസ്റ്റത്തിന് വർക്ക് ചെയ്തിട്ട് നേരെ ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. സോ അതിനു വേണ്ടി നമ്മൾ ഗിറ്റ് ഹബ് യൂസ് ചെയ്യുന്നത്. ഗിറ്റ് ഹബിൽ ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സൈനൊക്കെ ചെയ്ത് വെച്ചിട്ടില്ലേ, അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം. അതിനിവിടെ മുകളിലൂടെ ഒരു ബട്ടൺ കാണും, പ്ലസ്. അപ്പൊ ഇവിടെ പ്ലസ് അടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ന്യൂ റെപ്പോസിറ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ ന്യൂ റെപ്പോസിറ്ററി ക്രിയേറ്റ് കൊടുക്കുന്നു. ദെൻ ഒരു റെപ്പോസിറ്ററി നെയിം കൊടുക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ള പ്രോജക്റ്റ് നെയിം കൊടുക്കുക. ഞാൻ ഇപ്പം പ്രോജക്റ്റ് 1 ആയിരുന്നല്ലോ, അല്ല വാട്സപ്പ് ആണല്ലോ, വാട്സപ്പ് ആണല്ലോ ചോദിക്കുന്നത്. സോ വാട്സപ്പ് ക്ലോൺ എന്ന് പറഞ്ഞിട്ട് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ പ്രോജക്റ്റ് എൻ്റെ പ്രൊഫൈൽ അവൈലബിൾ ആണ്, കാരണം ഞാൻ അതേ സെയിം നെയിമുള്ള വേറെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ പ്രോജക്റ്റ് നെയിം ഓക്കെ ആണ്. ദെൻ നമുക്കിവിടെ ഈ ഒരു റെപ്പോസിറ്ററി പബ്ലിക് ആക്കാനും പ്രൈവറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പബ്ലിക് എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന ആർക്കും ഈ ഒരു നമ്മുടെ റെപ്പോസിറ്ററി കാണാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അതാണ് പബ്ലിക് എന്ന് പറയുന്നത്. പ്രൈവറ്റ് എന്ന് വെച്ചാൽ നമ്മളെ ആക്സസ് ആയിരിക്കെല്ലാം കൊടുക്കുന്നു, അവർക്ക് മാത്രമേ നമ്മുടെ പ്രൊജക്ട് ആക്സസ് ചെയ്യാൻ പറ്റൂ. നമ്മളിപ്പം വലിയ വലിയ പ്രൊജക്ട് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്നെങ്കിൽ എന്നുവെച്ചാൽ മറ്റൊന്നും കൂടെ കിട്ടണ്ടെന്നെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആക്കി വെക്കാം. അല്ലെങ്കിൽ നോർമലി നമുക്ക് പബ്ലിക് ആയിട്ട് തന്നെ വെക്കാം. ഓപ്പൺ സൊസൈറ്റി ആർക്ക് വേണമെങ്കിലും കൊളാബറേറ്റ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യാം. ആ ഒരു രീതിക്ക് നമ്മൾ പബ്ലിക് ആയിട്ട് വെക്കുന്നു. ദെൻ ഇവിടെ ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുക്കുന്നു. നമ്മളിവിടെ ക്രിയേറ്റ് നമ്മുടെ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഗിറ്റ് ആഡ് റീഡ്മി കുറച്ച് കാര്യങ്ങൾ എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനും കമ്മിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെയുള്ള കാര്യമാണ് ഗിറ്റ് ബ്രാഞ്ച്, മെയിന്, റിമോട്ട്, പുഷ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇനി അടുത്ത് പറയാൻ പോകുന്നു.
ഓക്കെ, ഇനി എന്താ വെച്ചാല് നമ്മളിപ്പോ ഒരു റെപ്പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു റെപ്പോസ്റ്ററിന്റെ ലിങ്ക് ആവശ്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ നേരെ ഇങ്ങനെ കോപ്പി ചെയ്താൽ മതി. ഇവിടെ ഇങ്ങനെ കോപ്പി ചെയ്ത ശേഷം ഇവിടെ ഇപ്പൊ എൻഡ് ആയിട്ടില്ല കേട്ടോ. സോ നമുക്കിവിടെ ക്യൂ അടിച്ചാൽ ക്വിറ്റ് ആവും കേട്ടോ. നമ്മുടെ കമ്മിറ്റി ഹിസ്റ്ററി നോക്ക് ചെയ്ത സമയത്ത് ഇവിടെ ക്യൂ അടിച്ചാൽ കീബോർഡിൽ ക്യൂ അടിച്ചു കൊടുക്കാം. അപ്പൊ ദെൻ ആ ഒരു സംഭവം ക്വിറ്റ് ആവും. ദെൻ നമുക്കിവിടെ ബാക്കിയുള്ള വർക്ക് നോക്കാം. നമുക്ക് ഇനി ചെയ്യാനുള്ളത് വെച്ചാൽ റിമോട്ട് ആഡ് ചെയ്യണം. റിമോട്ട് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെപ്പോസ്റ്ററി നമ്മുടെ സിസ്റ്റത്തിന്റെ ഉള്ളിലാണ്. ഇപ്പം നമ്മുടെ സിസ്റ്റത്തിനുള്ള ഗിറ്റിന്റെ ഉള്ളിലാണ് ഇപ്പൊ നമ്മുടെ ആ ഒരു റെപ്പോസ്റ്ററി ഉള്ളത്. സോ ഈ ഒരു ഫയല് നമ്മുടെ ഗിറ്റബിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു എന്താ പറയാ ഒരു വിൻഡോ ആവശ്യമാണ്. അല്ലെങ്കിൽ വിൻഡോ അല്ല, ഒരു കീ പോലെ വിചാരിച്ചാൽ മതി. അപ്പൊ ആ ഒരു കീ ആണ് നമ്മുടെ ഈ റിമോട്ട് എന്ന് പറയുന്നത്. സോ നമ്മള് റിമോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഗിറ്റബിൽ കണ്ടപോലെ ഗിറ്റ് റിമോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ഗിറ്റ് റിമോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ പിന്നെ ഈ ഒരു റെപ്പോസ്റ്ററി നെയിം. ഈ ഒരു https://github.com abin enna whatsapp.clone.git. ഇതുണ്ടോ? ഇതാണ് നമ്മുടെ പ്രൊജക്ടിന്റെ ഗിറ്റബിന്റെ ഉള്ളിലെ URL. ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാല് നമ്മുടെ ഗിറ്റബിന്റെ ഉള്ളിലെ ഈ ഒരു യൂസറിന്റെ ഉള്ളിലെ വെച്ചാല് എന്റെ യൂസറിന്റെ ഉള്ളിലെ ആ ഒരു റെപ്പോസ്റ്ററി വാട്സപ്പ് ക്ലോൺ. അപ്പൊ ഈ ഒരു റെപ്പോസ്റ്ററിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം? ഒരു ഒറിജിൻ പേരിട്ടിട്ടില്ല ഒരു റിമോട്ട് ആഡ് ചെയ്യണം. ഈ ഒറിജിൻ ഇങ്ങനെ ഒറിജിൻ കൊടുക്കണമെന്നില്ല. ഇതിപ്പം പൊതുവെ ഒറിജിൻ ആണ് കൊടുക്കുന്നത് എങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് റിമോട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും. മൾട്ടിപ്പിൾ റിമോട്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റിൽ ആഡ് ചെയ്യാം, ലൈക്ക് മൾട്ടിപ്പിൾ ഡോർ പോലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഗിറ്റ് റിമോട്ട് ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ ഈ പ്രൊജക്ട് ഫോൾഡറിലുള്ള ഇവിടെ നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നത് ഗിറ്റ് മെയിനിലേക്ക് മാറുന്നു. ചെക്കൗട്ട് മാസ്റ്റർ. നമ്മുടെ മാസ്റ്റർ ബ്രാഞ്ചിന്റെ ഉള്ളിലേക്ക് എത്തി. ഇനി നമുക്ക് മാസ്റ്ററിന്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? റിമോട്ട് ആഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് നേരത്തെ അവിടുന്ന് കോപ്പി ചെയ്ത സാധനം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ. ഒറിജിൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന നെയിമാണ്. നമ്മുടെ കൊടുക്കുന്ന റിമോട്ടിന്റെ നെയിമാണ് ഈ ഒറിജിൻ. ഓക്കെ, നമ്മളിവിടെ എൻ്റർ കൊടുക്കുന്നു. സോ നമുക്ക് ഇവിടെ റിമോട്ട് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് റിമോട്ട് ആഡ് ആയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗിറ്റ് റിമോട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോ ഗിറ്റ് റിമോട്ടിന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുള്ള പേര് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് വേറെയും റിമോട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന് പകരം ഇവിടെ ഒറിജിൻ 1 എന്നോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ലൈക്ക് അങ്ങനെ എന്തെങ്കിലും പേര് കൊടുക്കുക, എൻ്റർ കൊടുക്കാം. സോ അവിടെ ഗിറ്റ് റിമോട്ട് ആഡ് ആയിട്ടുണ്ട്. സോ ഇവിടെ ഇപ്പൊ 2 റിമോട്ട് ഉണ്ട്. നമ്മളിപ്പം ഇഷ്ടമുള്ള റിമോട്ടിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോസ്റ്റിന്റെ ഉള്ളിലേക്ക് നമുക്ക് സംഭവം ആഡ് ചെയ്യാം. അപ്പൊ അതാണ് ഗിറ്റ് റിമോട്ട്. അതിനുശേഷം എന്ന് വെച്ചാൽ ഗിറ്റ് പുഷ് -u ഒറിജിൻ മെയിൻ. അതിനു മുമ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഗിറ്റ് ബ്രാഞ്ച് -m മെയിൻ എന്ന് വെച്ചാല് നമ്മുടെ ഗിറ്റ് മാസ്റ്റർ എന്നുള്ളതാണല്ലോ നമ്മുടെ ഇപ്പം ബ്രാഞ്ചിന്റെ പേര്. സോ അത് മെയിൻ എന്നുള്ള പേരിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗിറ്റ് ബ്രാഞ്ച് -m മെയിൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അത് നിർബന്ധമല്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളിപ്പം ഇപ്പൊ നമ്മളുള്ള മാസ്റ്റർ ബ്രാഞ്ചിന്റെ ഉള്ളിലാണ്. മാസ്റ്റർ എന്നാണ് നമ്മുടെ മെയിൻ ബ്രാഞ്ചിന്റെ പേര്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ മെയിൻ എന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഗിറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് നേരത്തെ കൊടുത്തിട്ട് ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാം. ഗിറ്റ് ബ്രാഞ്ച് -m മെയിൻ. നമുക്കിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? പുഷ് ചെയ്യുന്ന സമയത്ത് ഗിറ്റ് പുഷ് -u ഒറിജിൻ മെയിൻ എന്ന് പറഞ്ഞിട്ട് ഒറിജിൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. നമ്മള് ഇവിടെ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു മെയിൻ എന്ന് പറഞ്ഞിട്ട്
then push. ഈ പുഷ് എന്ന് പറയുന്ന സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ആഡ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗിറ്റബിന്റെ ഉള്ളിലേക്ക് കൊടുക്കണം. ഗിറ്റബിന്റെ ഉള്ളിലേക്ക് പുഷ് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുഷ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏത് റെപ്പോസിറ്ററിയിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്, അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒറിജിൻ. ഈ ഒറിജിനുള്ള കീവേഡിന്റെ ഉള്ളിൽ എന്തുണ്ട്? നമ്മുടെ റെപ്പോസിറ്ററിന്റെ അഡ്രസ് ഉണ്ട്. ഓക്കെ, ആ റെപ്പോസിറ്ററിന്റെ അഡ്രസ് നമ്മൾ ഇവിടെ റിമോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റിമോട്ട് നെയിം ആണ് ഈ ഒറിജിൻ എന്ന് പറയുന്നത്. ഇവിടെ അല്ല, ഇവിടെ. ഓക്കെ, ആഡ് ഈ ഒറിജിൻ നമ്മുടെ ഈ ഒരു റിമോട്ട് നെയിം ആണ്. അപ്പൊ ആ ഒരു റിമോട്ട് നെയിം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പുഷ് ചെയ്യുന്നു. ഇവിടെ ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ കൊടുക്കുന്നു, കൊടുക്കുന്നു. സോ അതൊക്കെ പുഷ് ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയി. നമുക്ക് ഇനി ഗിറ്റബിൾ ചെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എടുത്ത് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുന്നു. പോസിറ്റീവ് അങ്ങനെ നോക്കാം. സോ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ 1 വാട്സപ്പ് ചാറ്റിംഗ്, കോൾ, ഇതൊക്കെ ആഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഈ പ്രൊജക്ടിന്റെ URL വേണമെങ്കിൽ ഇവിടെ കോഡിന്റെ സെക്ഷനിൽ പോയാൽ ഇവിടെ നമ്മുടെ ആ ഒരു URL നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ക്ലോൺ ചെയ്യാൻ പറ്റും. ക്ലോണിംഗ് എന്ന് വെച്ചാൽ ഈ ഒരു റെപ്പോസിറ്ററിയിലെ കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലോൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം എൻ്റെ മറ്റൊരു സിസ്റ്റം ആയിരിക്കും. 1 മിനിറ്റ്, ഒരു പോലെ പോകുന്നു. ഓക്കെ, നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. റിമോട്ട് ആഡ് ചെയ്യുന്ന പറഞ്ഞു, കമ്മിറ്റും പുഷും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ക്ലോണിങ്ങിലേക്ക് വരാം. ഓക്കെ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വിട്ടിട്ടോ. CD സ്പേസ് ഡോട്ട് അടിക്കുന്നത് വെച്ചാൽ നമുക്ക് തൊട്ട് ബാക്കിലത്തെ റെപ്പോസിലേക്ക് പോകണേ. CD സ്പേസ് ഡോട്ട് ഓക്കെ, എനിക്കിപ്പം എൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് പോകണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാനിപ്പോൾ ഉള്ളത് സീൻ്റെ ഉള്ളിൽ, യൂസറിൻ്റെ ഉള്ളത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ഫോൾഡേഴ്സ് ഉണ്ട് നമുക്ക് അറിയണം. സോ അതിനുവേണ്ടി നമുക്ക് ലിസ്റ്റ് കൊടുക്കാം. അപ്പൊ അതിന് വെറുതെ LS എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുത്താൽ മതി. സോ എൻ്റെ ഈ ഒരു യൂസേഴ്സിൻ്റെ ഉള്ളിൽ ഇത്രയും ഫോൾഡേഴ്സ് ഉണ്ട്. സോ ഇവിടുന്ന് എനിക്ക് യൂസറിൻ്റെ ഉള്ളിലേക്ക് വേണ്ടത്. ഇതൊക്കെ ഗിറ്റിൻ്റെ കാര്യങ്ങളല്ല, നോർമൽ ഒരു കമാൻഡ് ഡയറക്ടറിന്റെ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇവിടെ CD സ്പേസ് യൂസർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. സോ നമ്മുടെ യൂസറിലെത്തി. ഇനി യൂസറിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ഫയൽ ഉണ്ട് നോക്കാം. അതിൽ കുറെ ഫയൽസ് ഉണ്ട്. അപ്പൊ അതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിനുള്ള ഡെസ്ക്ടോപ്പ് ഉണ്ട്. സോ നമ്മൾ അതിനുള്ള ഗിറ്റ് അല്ല, സോറി, CD സ്പേസ് ഡെസ്ക്ടോപ്പ് എന്ന് കൊടുക്കുന്നു. നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് എത്തി. നമ്മുടെ ഡെസ്ക്ടോപ്പിലെത്തി. ഇപ്പം ബാക്കിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കിട്ടെ. ഇതിപ്പം നിങ്ങൾ മറ്റൊരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ, ഇതിപ്പം നിങ്ങളുടെ കൂട്ടുകാരുടെ സിസ്റ്റം ആണെന്ന് വിചാരിച്ചോ. ഇപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പുതിയൊരു നിങ്ങളുടെ ഫണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ട് അവരുടെ റെപ്പോസിറ്ററിയിൽ. അപ്പൊ അവർക്ക് ഈ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഈ ഒരു ഇതിലൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു URL കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുത്താൽ മതി. ആ ഒരു കംപ്ലീറ്റ് ഫയൽ ഫോട്ടോ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവരെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഗിറ്റ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്ക് ജസ്റ്റ് എന്ത് ചെയ്യും? അവരുടെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ എടുക്കുക, ഏത് ഡയറക്ടറിലൊക്കെ എത്തേണ്ടത്.
അപ്പൊ അത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഉള്ളിലൊക്കെ നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഡെസ്ക്ടോപ്പിന്റെ ഉള്ളിലേക്ക് എത്തി. ദെൻ നമ്മൾ ഗെറ്റ് ക്ലോൺ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ശേഷം അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു റെപ്പോസിറ്ററിയുടെ URL ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്ത് പറ്റും, ആ ഒരു റെപ്പോസിറ്ററിയിലുള്ള ഫയൽ മൊത്തം നമ്മുടെ ഈ ഒരു ഡെസ്ക്ടോപ്പിന്റെ ഉള്ളിലേക്ക് വന്ന് ക്ലോൺ ആവും. ക്ലോൺ മീൻസ് അത് മൊത്തം പേസ്റ്റ് ആവും. അപ്പൊ നമുക്ക് മീൻസ് ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ. ഡൗൺലോഡ് ചെയ്യുന്നത് ക്ലോൺ യൂസ് ചെയ്തിട്ടാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാവും. ഓക്കെ, നമ്മളിവിടെ ക്ലോൺ അടിക്കുന്നു. ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ ഈ ഒരു വാട്സപ്പ് ക്ലോൺ ഒരു ഫോൾഡർ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡെസ്ക്ടോപ്പിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും. നോക്കാം. സോ അതാ ഇവിടെ വാട്സപ്പ് ക്ലോൺ എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ വന്നിട്ടുണ്ട്. സോ അതാണ് ഗിറ്റ് ക്ലോണിന്റെ യൂസ്. ഇവിടെ നമുക്ക് ഗിറ്റ് ക്ലോൺ അല്ലാണ്ട് ആയിരിക്കുകയാണെങ്കിൽ ഇവിടെ സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സിപ്പ് ഫയലോട്ട് ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാം. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഗിറ്റ് യൂസ് ചെയ്തിട്ട് ഗിറ്റ് ക്ലോൺ അടിച്ചിട്ട് ഗിറ്റ് ക്ലോൺ ആ ഒരു URL എടുക്കുക. ദെൻ നമ്മുടെ സിസ്റ്റത്തിലേക്ക് അത് ക്ലോൺ ആയിട്ട് വരും. സോ അതാണ് ഗിറ്റ് ക്ലോണിന്റെ യൂസ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒന്ന് റിയാക്ഷൻ ഉള്ളൂ. ഡൗട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഹലോ, ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ച് കണ്ടന്റും കൂടി ഉണ്ട്. ഗിറ്റ് പുള്ള് എന്ന് വെച്ചാൽ ലൈക്ക് നിങ്ങൾ മറ്റൊരു ഫണ്ട് അവിടെ ചേഞ്ചസ് ആഡ് ചെയ്തെന്ന് വെച്ചോ. അവിടെ ചേഞ്ചസ് ആഡ് ചെയ്തിട്ടുണ്ട് അവര് ഗിറ്റബിലേക്ക്, പിന്നെ അവിടുന്ന് അവർ പുഷാക്കി. സോ നിങ്ങളുടെ സിസ്റ്റത്തിനുള്ള വേറെ പഴയ ഇതാണുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫണ്ട് ആഡ് ആക്കിയ കാര്യങ്ങളും കൂടി നമ്മുടെ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യണം, എടുക്കണം. ആ ഒരു എടുക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണം, നമ്മൾ ഗിറ്റ് പുള്ള് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ഗിറ്റ് പുള്ള് അടിച്ചു നോക്കുന്നു. ആക്ച്വലി ദിസ് ഇസ് നോട്ട് എ ഗിറ്റ് റെപ്പോസിറ്ററി. മീൻസ് നമ്മുടെ ഡെസ്ക്ടോപ്പിന്റെ ഉള്ളത്. ഡെസ്ക്ടോപ്പിൽ നിന്ന് നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് ഫോൾഡറിലേക്ക് പോകണം. വാട്സപ്പ് ക്ലോൺ ഉണ്ട്. ദെൻ നമ്മൾ ഇപ്പോൾ അടിച്ചു കൊടുക്കുന്നു. ഓൾറെഡി അപ് ടു ഡേറ്റ് എന്നുള്ളത്, കാരണം കൂടുതൽ ചേഞ്ചസ് ഒന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഗിറ്റ് പുള്ള് അടിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അപ് ടു ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് ഗിറ്റ് പുള്ള്. ഓ, മെയിൻ ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കെങ്കിലും ഇതുവരെ പറഞ്ഞ എല്ലാവർക്കും ക്ലിയർ ആണോ? ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, അങ്ങനെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു ഇന്നത്തെ സെഷൻ. ഇപ്പോൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഗൈസ്.